ഓഫ് റോഡ് എത്ര ഉണ്ട് നമുക്ക് ടോട്ടല്? 1.5 കിലോമീറ്റർ അങ്ങേറ്റം വരെ. പക്ഷെ അവിടെ കയറ്റി വിടില്ല. അവിടെ കയറ്റി വിടില്ല. ഇല്ല, അവിടെ ജീപ്പ് നിർത്തണം അല്ലേ? നമുക്ക് ഈ 1.5 കിലോമീറ്റർ യാത്രയ്ക്ക് പേയ്മെന്റ് കാര്യമൊക്കെ എത്രയാണ് വരുന്നത്? പേയ്മെന്റ് താഴേന്ന് നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളെ ഇറക്കി അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. അവർക്ക് നടന്ന് വ്യൂ പോയിന്റ് നടന്ന് കാണാം. കണ്ടിറങ്ങി തിരിച്ചും ഡ്രോപ്പ് ചെയ്യും. 500 രൂപയാണ്. 8 പേർക്കാണ് ജീപ്പിൽ? 8 പേര്. മഴക്കാലത്താണ് രസം. മഴക്കാലത്ത് ഇടിമിന്നലിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ കണ്ടേച്ചു വരാം. ഓക്കെ. ഇവിടെ നിന്നല്ലേ നമ്മുടെ സ്വന്തം ഇലവിഴ പൂഞ്ചിറ. ഇവിടെ ഒരു വണ്ടി വരാൻ പാടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. ഒരു 300 മീറ്റർ നടന്ന് അപ്പുറം ചെന്നാൽ നമ്മുടെ സൗബിൻ ഷാറൊക്കെ തകർത്ത് അഭിനയിച്ച ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയുടെ ആ ലൊക്കേഷനിലെത്താം. അപ്പോൾ വാക്കമോൺ. വന്ന റോഡാ ആ കാണുന്നത്. എല്ലാം ടാറിത് അടിപൊളിയാക്കി കേട്ടോ. റോഡ് ഗംഭീർ റോഡാണ്. അതായത് തൊടുപുഴ വന്നു കഴിഞ്ഞാൽ ഒരു 24 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട്. അതായത് ഈ സൈഡ് കോട്ടയം ജില്ലയാണ്, ഈ മലയുടെ ഈ സൈഡ് ഇടുക്കി ജില്ലയാണ്. 2 സ്ഥലത്തും എത്തിച്ചേരാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് ചില്ലറ അടി ഉയരത്തിലൊന്നല്ല കേട്ടോ, 3200 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സംഗതി ഒരു രക്ഷയില്ല. മൊത്തം അടിപൊളി. ഈ ചൂടുകാലത്ത് പോലും നല്ല കാറ്റാണ്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കോട വന്ന് ഒരു മറയുന്നൊരു അന്തരീക്ഷമുണ്ട്. സംഗതി ഒരു രക്ഷയില്ല, പൊളി. ഈ ലൊക്കേഷൻ ഓർമ്മയില്ലേ? പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഇലവിഴ പൂഞ്ചിറ സിനിമയിലെ പ്രധാന ലൊക്കേഷനായിരുന്നു ഇത് ഭാഗം. പിന്നെ നമ്മുടെ ആ ഭാഗം, പിന്നെ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ പുതിയ ബിൽഡിംഗ് താഴെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് 3200 അടി ഉയരത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വയർലെസ് സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. പിന്നെ മഴക്കാലത്ത് തീരെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥരാട്ടോ ഡ്യൂട്ടിക്ക് ഉണ്ടാവുക. അതായത് നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ 2 പേരുണ്ടാവുള്ളൂ. ആഴ്ചയ്ക്കാണ് ഷിഫ്റ്റ് എന്നാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ കോട്ടയം ജില്ലയുടെ വയർലെസ് സ്റ്റേഷൻ പരിധിയാണ് ഇവിടെ വരുന്നത്. ഐതിഹ്യമുള്ള സ്ഥലം കേട്ടോ. അത് കണ്ടില്ലേ, നമ്മൾ ആ ചിറ കണ്ടില്ലേ, അതായത് കുളം, അത് ഭീമസേനൻ പാഞ്ചാലിക്ക് നിർമ്മിച്ച് നൽകിയ ചിറയാണെന്നാണ് ഒരു ഐതിഹ്യം. അങ്ങനെയാണ് കഥകൾ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ആ കുളത്തിൽ ഇല വീഴില്ല, അങ്ങനെയാണ് ഇലവിഴ പൂഞ്ചിറ എന്ന പേര് വന്നതെന്ന് പറയുന്നു. അങ്ങനെ കുറേ എന്തൊക്കെയോ ഐതിഹ്യമുള്ള ഒരു പ്രദേശമാണ് ഇത്. സംഗതി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ വേറെ സൂത്രം കാണിച്ചില്ല. നമ്മൾ ആ മല ഉണ്ടോ, അത് ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. ആ മലയാണ് ഇല്ലിക്കൽ കല്ല്. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വരുന്ന ഇല്ലിക്കൽ കല്ലാണ് ആ കാണുന്നത്. കണ്ടില്ലേ, ഈ കാണുന്ന നമ്മുടെ മലങ്കര ഡാമാട്ടോ കാണുന്നത്. പിന്നെ നമ്മുടെ കടയന്നൂർ മല, താന്നിപ്പാറ മല, പിന്നെ വേറൊരു മലയും കൂടെ ഉണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഈ 3 മലയുടെ ചുറ്റുമാണ് ഈ പറയുന്ന നമ്മുടെ ഈ സ്വന്തം ഇലവിഴ പൂഞ്ചിറ നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.